ഇടിമിന്നൽ ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് മലപ്പുറം മങ്കട മേഖല. വെള്ളിലയിലെ കുരുങ്ങൻചോല വ്യൂ പോയിന്റിൽ വെച്ച് 4 യുവാക്കളാണ് ഇന്നലെ ഇടിമിന്നലേറ്റ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന 3 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം യുവാക്കളുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കുരുങ്ങൻചോല വ്യൂ പോയിന്റിൽ നിന്നും KV രാഹുൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈ ഒരു നടുക്കുന്ന അപകടത്തിന്റെ ഞെട്ടലിലും നടുക്കത്തിലും ദുഃഖത്തിലുമാണ് ഈ നാട് ഒന്നടങ്കമുള്ളത്. 4 യുവാക്കൾക്കാണ്, വിദ്യാർത്ഥികൾക്കാണ് ഇടിമിന്നലേറ്റ് ജീവൻ നഷ്ടമായത്. നമ്മൾ കൃത്യം ആ സ്ഥലത്താണ്, അപകട സ്ഥലത്താണുള്ളത്. കുരങ്ങൻചോല എന്ന് പറയുന്നത് ഒരു വ്യൂ പോയിന്റ് ആണ്. പ്രത്യേകിച്ച് നാട്ടുകാരിൽ നിന്ന് കേട്ടും ഒക്കെ അറിവ് പ്രകാരം മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ കാറ്റുകൊള്ളുന്നതിനും ഒക്കെ തന്നെയായി വന്നിരിക്കുന്ന ഒരു പ്രദേശമാണ്. അതിമനോഹരമായ സ്ഥലമാണ്. യുവാക്കൾ 7 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 6 പേരെയാണ് ആദ്യഘട്ടത്തിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നത്. പിന്നീട് ആശുപത്രിയിൽ വെച്ച് ഒരാൾ കൂടി ഉണ്ടെന്നൊരു യുവാവ് പറഞ്ഞതോടുകൂടിയാണ് വീണ്ടും തിരച്ചിൽ നടത്തുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ പാറക്കെട്ടിന്റെ ഭാഗത്താണ് ഇവർ ഇരുന്നത്. പിന്നെ മഴ പെയ്ത സമയത്ത് ഈ മരച്ചുവട്ടിലേക്ക് അവർ കയറി നിന്നു. ആ സമയത്താണ് ഇടിമിന്നൽ ഏൽക്കുകയും ചെയ്യുന്നത്. തുറസായ സ്ഥലമാണ്. തുറസായ സ്ഥലങ്ങളിൽ ഇടിമിന്നലിനുള്ള സാധ്യത വളരെ അധികം കൂടിയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഈ യുവാക്കളുടെ ചെരുപ്പുകളാണ്. അപ്പം തന്നെയാണ് ഒരു യുവാവാണ് താഴ്ഭാഗത്തേക്ക് തെറിച്ചു പോയിരുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 1 മീറ്ററുകൾക്ക് താഴെ തെറിച്ചുപോയി. അവിടെ വെച്ചാണ് കണ്ടെത്തുവാനും കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ആശ്വാസകരമായ കാര്യമായി നമുക്ക് പറയാനുള്ളത് പരിക്കേറ്റ 3 പേരുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. മറ്റ് വലിയ പ്രയാസങ്ങളില്ല എന്നതാണ്. നമ്മോടൊപ്പം സമീപ വാർഡിൽ നിന്നുള്ള മെമ്പറാണ്, പഞ്ചായത്ത് അംഗമാണ് ചേരുന്നത്. അദ്ദേഹത്തിന്റെ വാർഡിലെ 2 പേരാണ് മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്നലെ ഇല്ല. ഞാൻ ഇന്നലെ 5:30 മണിക്കാണ് ഇവരെ അറിയണത്. വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് വിളിക്കുന്നത്. അങ്ങനെ നമ്മൾ ഉടനെ വണ്ടി എടുത്ത് ഇറങ്ങി നമ്മൾ നേരെ മഞ്ചേരി ഹോസ്പിറ്റലിലേക്ക് പോയി. നമ്മളവിടെ എത്തുന്ന സമയത്ത് 6 പേരാണ് അവിടെ എത്തിയിട്ടുള്ളത്. 6 പേരിൽ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് CPR കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഫലം ഉണ്ടായില്ല. 4ാമത്തെ ആൾ മരണപ്പെട്ടു. ഇന്ന് രാവിലത്തെ വിവരമനുസരിച്ച് വലിയ പ്രയാസങ്ങളൊന്നുമില്ല. പിന്നെ ഒരാൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വലിയ പ്രയാസമൊന്നുമില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ ചാറ്റൽ മഴയുണ്ട്, നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് അല്ലേ? നമ്മൾ ഈ മങ്കട പഞ്ചായത്ത് മാത്രമല്ല സമീപപ്രദേശങ്ങളിലൊക്കെ ആളുകൾ വരാറുണ്ട്. ഈ മഴക്കാലം കാര്യങ്ങളൊക്കെ ആയാലും ഇവിടെ കുറച്ചപ്പുറത്തൊരു കുളമുണ്ട്, വലിയ കുളമുണ്ട്. അവിടെ എല്ലാവരും നീന്തി കുളിക്കാൻ വലിയൊരു കുളമാണ്. അങ്ങനെ ഒരു എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ടൂറിസം പ്ലേസ് പോലെ നമ്മൾ സമീപപ്രദേശങ്ങളിലെ ആളുകളൊക്കെ വന്നിരിക്കുന്ന ആസ്വദിക്കാൻ വരുന്നൊരു പ്രദേശമാണ്. ഫാമിലി അടക്കമുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട്. അത് തന്നെയാണ്, സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. ഈ പറഞ്ഞതുപോലെ ഇവിടെയുള്ള ഈ പ്രത്യേകത, കാറ്റ്, ഒപ്പം തന്നെ ഈ കോടമഞ്ഞപ്പോഴും ഉണ്ട്. അതൊക്കെ വലിയൊരു പ്രത്യേകത കൂടിയാണ്. ഈ 4 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. അവരുടെ സംസ്കാരം ഖബറടക്കം വെള്ളില മലയിൽ ജുമാ മസ്ജിദിലാണ് നടക്കുക. അപ്പം പരിക്കേറ്റ റോഷൻ 20 വയസ്സുകാരനാണ്. ഇഷാത്ത് 19, സൽമാനുൽ ഫാരിസ് 21 വയസ്സുകാരനാണ്. 3 പേരുടെയും ആരോഗ്യനിലയിൽ വലിയ പുരോഗതി ഉണ്ട് എന്നതാണ് വലിയ ആശ്വാസകരമായ കാര്യം.